ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഐഡിയാസ് വേണമെന്ന് പറഞ്ഞായിരുന്നു കമൻറ്റിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു 50 കൂടുതൽ ഐഡിയാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കാർഡ്ബോർഡിലൊക്കെ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെയുള്ള പേപ്പറുകൾ കുറേ ടീ ഡൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ കുറേ ഡിസൈനിൽ നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഗിഫ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ഡിസൈൻ പ്രത്യേകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പല കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മൾ കാപ്പിപ്പൊടിയിൽ തന്നെ കുറച്ച് വേറെ കളറുകളൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഓരോ ഷെയ്ഡ് ആക്കി എടുക്കാൻ പറ്റും. കുറേ വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഗ്രീൻ കളറിലുള്ള പേപ്പറുകൾ എടുത്തിട്ട് അത് ടീ ഡൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് വെറൈറ്റി ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ കുറച്ചും കൂടി കാപ്പിപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ വെള്ളം കുറച്ച് നീട്ടുക. പിന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പേപ്പർ തന്നെ ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരികിൽ മാത്രം ഇങ്ങനെ കളർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇതുപോലെ ചെയ്ത് വെക്കുന്ന പേപ്പറുകളിൽ എഴുതി കൊടുക്കുന്ന ഗിഫ്റ്റുകൾ കാണാൻ തന്നെ നല്ല രസമായിരിക്കും. നമ്മൾ നോർമൽ പേപ്പറിൽ എഴുതി കൊടുക്കുന്നതാണ് കാര്യത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. ഞാനത് ഡിഫറൻറ്റ് ഷെയ്ഡിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കിനി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വെറൈറ്റി ഇങ്ങനെ പേപ്പർ ഓരോ ഷെയ്ഡിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മളിത് ഇതിൽ ചതുരത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തന്നെ ഇച്ചിരി ഒരു നീണ്ട ചതുരമല്ലേ ഇത്. ഇനി നമ്മൾ സമചതുരത്തിൽ കുറച്ച് പേപ്പറുകൾ ഇതേപോലെ തന്നെ വേറെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് 3 ഡിഫറെൻറ്റ് ഷെയ്ഡിൽ ഉണ്ടാക്കിയ പേപ്പറാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സമചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതൊന്നും കൂടി മടക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പാട് പോലെ അവിടെ ഇങ്ങനെ വരും. അതിങ്ങനെ നിവർത്തിയിട്ട് ഈ പാട്ടിലൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പം നമുക്ക് കറക്റ്റ് എൻവലപ്പ് പോലെ കിട്ടും. ആ ഒരു എൻവലപ്പ് ഒരെണ്ണം മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി അതിലെന്തെങ്കിലും ഒന്ന് എഴുതി അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എൻവലപ്പാണ്. കാരണം നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. അത് തന്നെ നമുക്ക് ടീ ഡൈ ചെയ്ത പേപ്പറിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ടീ ഡൈ ചെയ്തെടുത്ത പേപ്പറിൻ്റെ സൈഡിൽ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഞാൻ കരിച്ചിട്ടില്ല, ബ്ലാക്ക് കളർ നമ്മുടെ ആക്രിലിക് കളർ വെച്ചിട്ട് തന്നെ സൈഡിൽ കൊടുത്തെടുത്തേക്കുവാണ്. അങ്ങനെ ഡിഫറെൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ എടുത്തിട്ട് സൈഡിൽ നമ്മളിങ്ങനെ ടീ ഡൈ ചെയ്തെടുത്ത പേപ്പറും ഉണ്ട്, അല്ലാണ്ട് സൈഡിൽ കളർ ചെയ്തെടുത്ത പേപ്പറും ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഷെയ്ഡ് വരുമ്പോൾ തന്നെ ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കാം. ജൂലൈ 5-ാം തീയതി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഭംഗിയിൽ, നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല ഭംഗിയിൽ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ കുറേ വെറൈറ്റി ആയിട്ട് ഞാൻ കട്ട് ചെയ്തും എൻവലപ്പാക്കിയും ഒക്കെ വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, ഇപ്പം തന്നെ ഒരു 10-15 ഗിഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പം ഇത് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എൻവലപ്പായിട്ട് കൊടുക്കാം. ഞാൻ എഴുതി വെച്ചത് ഇതിനുള്ളിലാക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കാം, അല്ലാതെ എൻവലപ്പ് മാത്രമായിട്ട് കൊടുക്കാം. കവർ ചെയ്യാണ്ട് എൻവലപ്പിൽ വെച്ചിട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ ഒരു കാർഡ്ബോർഡിൽ വല്ല ഒട്ടിക്കുക, ടീ ഡൈ ചെയ്ത പേപ്പർ കാർഡ്ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പുറത്തേക്ക് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. അതൊന്നും ആരും എങ്ങും കൊടുത്തും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന ഗിഫ്റ്റുകളായിരിക്കും നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയതിനേക്കാളും മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്നത്. അപ്പോൾ ഇതുപോലുള്ളത് ഇനി ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതിപ്പോൾ കുറേ വെറൈറ്റീസിൽ ചെയ്തിട്ടുണ്ട്. നോർമൽ പേപ്പറിനുള്ളിൽ ടീ ഡൈ ചെയ്ത് വെച്ച പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മളൊരു പഴയ ഒരു ഫോണിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ആ കവറൊന്ന് ഈ ടീ ഡൈ ചെയ്തെടുത്ത പേപ്പറൊന്ന് ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ കളറൊന്നും ഈ പേപ്പറിൽ നിന്ന് ഇളകൂല, അങ്ങനെ ഒന്നും ചിന്തിച്ച് പേടിക്കേണ്ട. എത്ര നാളായാലും ഇതിങ്ങനെ തന്നെ ഇരുന്നുള്ളൂ, നല്ല ഭംഗിയിലിരിക്കും. ഫെവിക്കോള് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് അമർത്തി കൊടുക്കുക, പൊങ്ങിയിരിക്കാതെ നോക്കുക. വേണമെങ്കിൽ ഫെവിക്കോൾ കുറച്ച് അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് കൊടുക്കാം. അതാകുമ്പോൾ ഡ്രൈ ആകുമ്പോൾ സേഫായിട്ട് അവിടെ ഇരുന്നോളുമല്ലോ. നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അതിൻ്റെ മേളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച എൻവലപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം, ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതല്ല നമുക്ക് അതിനുള്ളിൽ നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത പേപ്പറില്ലേ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അതിൻ്റെ തന്നെ അടപ്പിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു എൻവലപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ ആ ഒരു മെസ്സേജ് പോലെ ചുരുട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ അവർ ഈ ബോക്സ് തുറക്കുമ്പോൾ ഇത് കാണും, അടപ്പ് പോലെ തുറക്കുന്നിടത്ത് ഇത് വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ എൻവലപ്പൊക്കെ അവധി എടുത്ത് മാറ്റി നമ്മൾ ആദ്യം താഴത്ത് പേപ്പർ ഒട്ടിച്ച് കൊടുത്തല്ലോ അവിടെയൊക്കെ നമുക്കൊന്ന് എഴുതിയൊക്കെ കൊടുക്കാം. ഇനി ഇതെല്ലാം ആ എൻവലപ്പെല്ലാം ഞാൻ മടക്കി തന്നെ വെക്കുക കേട്ടോ. മുഴുവനായിട്ട് എല്ലാം മടക്കിയിട്ട് നമുക്ക് എൻവലപ്പ് എടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത ആ പേപ്പറിലൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ ഇത് ഇവിടെ എല്ലാം ഒന്ന് എഴുതി കൊടുക്കാം. എന്തെങ്കിലും മെസ്സേജോ അവരുടെ ബർത്ത്ഡേ ഡേറ്റോ അവരുടെ പേരോ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് പിന്നെയും ഈ എൻവലപ്പ് തിരിച്ച് വയ്ക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി അവർക്ക് വായിക്കുമ്പോൾ ഇതെല്ലാം വായിച്ച് അടിയിൽ ചെല്ലുമ്പോൾ വേറെ കുറേ മെസ്സേജ് പോലെ. പിന്നെ അതിന് ഈ മേളിൽ നമ്മൾ വയ്ക്കുന്ന പേപ്പറിലൊക്കെ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം, ഇവിടെയും എഴുതി കൊടുക്കാം. എന്നിട്ട് അത് ഇപ്പുറത്താക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അതൊരു അടിപൊളി ഗിഫ്റ്റായി. പിന്നെ നമ്മളിത് ഫുള്ള് ടീ ഡൈ ചെയ്ത പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോക്സിൻ്റെ പുറകുവശമൊക്കെ അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ മേളിൽ കുറച്ച് ഡിസൈൻ പോലെ ഒരു കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ആളുടെ ബർത്ത് ഡേറ്റും ജൂലൈ 5 അതും പേരും ഒക്കെ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റും അവരുടെ പേരും ഒക്കെ ഇവിടെ എഴുതി കൊടുക്കാം. നമ്മൾ അവർക്ക് എന്ത് മെസ്സേജാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമുക്ക് ഇവർക്ക് എഴുതി കൊടുക്കാം. പിന്നെ ഇതൊരു ഡയറിയാണ്. ഈ ഡയറി മേക്കിംഗ് വീഡിയോ ഞാൻ അതും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇത് നമ്മൾ ഡയറിയിൽ നമ്മൾ ടീ ഡൈ ചെയ്ത് വെച്ച പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അത് നമ്മൾ ആ കീറി വെച്ച ഓരോ പേപ്പറൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഓരോ ഡിസൈൻ പോലെ. ഇത് ഡയറി ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഒരു നമ്മൾ കേക്ക് ബോർഡിലാണെങ്കിൽ നമുക്ക് കേക്ക് ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു ഗിഫ്റ്റായി. അങ്ങനെ ഓരോ ഐറ്റവും ഓരോ സ്ഥലത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡയറിയിൽ ചെയ്യുന്നത് തന്നെ നമുക്ക് കുപ്പിയിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ട് ബോട്ടിലിൽ ചെയ്യാൻ പറ്റും. അത് വാങ്ങിക്കുന്നവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അയ്യോ നമുക്ക് വേണ്ടി ഒരാൾ കഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറയുമ്പം അത് നമ്മളെക്കാളും സന്തോഷം അത് വാങ്ങുന്നവർക്കായിരിക്കും. നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിയാലും ആ ഒരു സന്തോഷമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഓരോ ഡിസൈനായിട്ട് നോക്കാം, ഓരോ ഗിഫ്റ്റായിട്ട് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്താണ്. ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കേക്ക് ബോർഡിലായാലും ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ഗിഫ്റ്റാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ മേളിലും താഴത്തും ഒരു ഓളം പോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നടുക്കൊരു ചതുരം, അത്രേ ഉള്ളൂ. വേറെ അത് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമേ ടീ ഡൈ ചെയ്ത് വെച്ച പേപ്പറിൻ്റെ പുറത്ത് ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് ചെയ്ത പേപ്പർ പുറത്ത് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. രണ്ടും ഡിഫറെൻറ്റ് പേപ്പറാണ്. ഇത് നമുക്ക് മേളിലോട്ട് ഇങ്ങനെ വലിച്ചിട്ട് നേരെ താഴത്തോട്ട് ഇങ്ങനെ വയ്ക്കും. ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ കൊടുത്തിരിക്കുവാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ജസ്റ്റ് പേപ്പർ ടീ ഡൈ ചെയ്ത പേപ്പർ ഒട്ടിച്ചു കൊടുത്തേക്കും. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നതനുസരിച്ച് എഴുതി കൊടുക്കാം. ഇത് 4 കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും 4 ബർത്ത്ഡേ ആണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ വിശേഷപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം. ഇത് സൈഡിലൊക്കെ ടീ ഡൈ ചെയ്ത പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരെണ്ണം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഓരോന്ന് എഴുതി കൊടുക്കാം. ഇത് ജസ്റ്റ് പേപ്പർ ഒട്ടിച്ചിരിക്കുവാണ്, അവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഇത് നമ്മളന്ന് ഉണ്ടാക്കിയ ഗിഫ്റ്റാണ്. നമ്മൾ 5 ഗിഫ്റ്റ് ഉണ്ടാക്കിയില്ലേ, അന്ന് അതിനകത്തുണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ആളുടെ ബർത്ത്ഡേയും ആളുടെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തേക്കുവാണ്. ഇത് ജസ്റ്റ് അതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്, അതൊരു ഭംഗിയായിട്ടുണ്ട്. അതും ടീ ഡൈ ചെയ്തെടുത്ത പേപ്പർ തന്നെയാണ്. ചാർട്ട് പേപ്പർ ആയിരുന്നെന്ന് തോന്നുന്നു, പഴയ പേപ്പറൂടെ കിടന്നതാണ്. ഞാൻ വെറുതെ മുന്നേ ടീ ഡൈ ചെയ്ത് വെച്ചിരുന്ന ഇതൊക്കെ. ഇത് മേളിൽ കുറച്ച് ഡാർക്ക് കൊടുത്തിട്ട് നടുക്ക് ലൈറ്റായിട്ട് കാപ്പിപ്പൊടി വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് കുറേ ഐഡിയാസ് കാണിച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്. അത് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ട്രൈ ചെയ്തെടുക്കാം. കാർഡ്ബോർഡ് ബോക്സിൽ, അല്ലാതെ നോർമൽ ബോക്സിൽ, നമ്മുടെ കേക്ക് ബോർഡിൽ, പേപ്പറിൽ, കാർഡായിട്ട് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലാതെ തന്നെ എൻവലപ്പായിട്ട് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് ഐഡിയാസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് നോക്കുക. പ്രിയപ്പെട്ടവർക്കായിട്ട് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.